നമ്മുടെ വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അധ്യാപികയും വളാഞ്ചേരി നഗരസഭാ കൗൺസിലറും കൂടെ ആയിട്ടുള്ള ഷാജിദ ടീച്ചർ അടുത്ത് നമുക്ക് സംസാരിക്കാം. പ്രോഗ്രാമിനെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് ഇപ്പൊ എങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് നടന്നു? വളരെ ഭംഗിയായിട്ട് നടന്നു പോകുന്നു. 75ാം വാർഷികം വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് 2 ദിവസങ്ങളിലായിട്ട് ആഘോഷിക്കുകയാണ്. നിരവധി വ്യക്തിത്വങ്ങളെ മഹൽ വ്യക്തിത്വങ്ങളെ വാർത്തെടുത്ത ഒരു കലാലയമാണ്. ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് നിരവധി പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ നമ്മൾ ഇതിൻ്റെ പ്രൊമോ വീഡിയോയുമായിട്ട് കാണാൻ സാധിക്കുകയുണ്ടായി. അതിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് ഇതിന് വലിയ ഒരു ചരിത്രം ഈ ഒരു നമ്മുടെ സ്കൂളിനുണ്ട് എന്നതാണ്. 75ാം വാർഷികത്തോടു കൂടി അത് ഒന്നും കൂടെ മാറ്റിക്കൂട്ടുകയാണ്. നല്ല നല്ല പരിപാടികളാണ്, വിദ്യാർത്ഥികളുടെ പരിപാടികളും അതുപോലെ തന്നെ നാളെ അലുമിനിയുടെ ഒരു വിപുലമായിട്ടുള്ള പരിപാടികളുമാണ് 2 ദിവസങ്ങളായിട്ട് ആഘോഷിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇതൊരു നാടിൻ്റെ വലിയൊരു സാഹോദര്യം വിളിച്ചോതുന്നൊരു കലാലയമാണ്. ഭാവിയിലും ഇത് പടർന്ന് പന്തലിച്ച് പ്രശോഭിതമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ വളാഞ്ചേരി നഗരസഭാ കൗൺസിലർ ആയിട്ടുള്ള മുജീബ് സാറും കൂടെ ഉണ്ട്. അപ്പോൾ സാറിൻ്റെ അടുത്ത് കൂടി നമുക്കൊന്ന് സംസാരിക്കാം. പ്രോഗ്രാമിനെ പറ്റി പറയുകയാണെങ്കിൽ വളാഞ്ചേരി ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോഗ്രാം വെച്ചാൽ അത് വിജയിക്കാതിരിക്കാനുള്ള ഒരു കാര്യമില്ല. കാരണം അത്ര വലിയ ഒരു 75 വർഷത്തെ ചരിത്രപരമായ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചുകൊണ്ട് നമ്മുടെ ജനങ്ങൾക്കിടയിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഈ പ്രദേശത്ത് തന്നെ ഏറ്റവും അധികം വിദ്യാഭ്യാസ മുന്നേറ്റം നടത്തിയൊരു സ്ഥാപനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ അതൊരു ജനകീയ ഉത്സവമായിട്ട് മാറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അപ്പോൾ ഞാനടക്കം ഇവിടെ വരുമ്പോൾ ഒരു ഗൃഹാതുരത്വം ഉണ്ട്. കാരണം ഞാൻ ഇവിടെ പഠിച്ച ആളാണ്. ഇവിടെ പറയുന്ന ഓരോ ആളുകളും ഇവിടെ പഠിച്ച ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിനോടും ഇതിൻ്റെ ക്ലാസ് മുറികളോടുമുള്ള ഒരു എന്താണെന്ന് പറയുക, അത് പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമാണ്. അപ്പോൾ ഞാനിവിടെ 8 മുതൽ 10 വരെ ഇവിടെ പഠിച്ചു. അങ്ങനെ എൻ്റെ വീട്ടിലുള്ള എല്ലാവരും ഏകദേശം എല്ലാവരും, എൻ്റെ ഒരു മകളിപ്പോൾ ഇവിടെ 10ാം ക്ലാസ് പഠിക്കുകയാണ്. തീർച്ചയായിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ വളാഞ്ചേരി ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ ഒട്ടനവധി മഹാരഥന്മാരായ നേതാക്കന്മാരെ സമ്മാനിച്ചൊരു സ്കൂളാണ്. ആ ക്ലാസ് മുറികളിൽ നിന്നും പഠിച്ചിറങ്ങിയ ഒട്ടനവധി ആളുകൾ സമൂഹത്തിൻ്റെ വിവിധ കോണുകൾ, ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് വിദഗ്ധരായ ആളുകളുണ്ട്, ജനപ്രതിനിധികളായ ആളുകളുണ്ട്, വലിയ നേട്ടങ്ങൾ കൈവരിച്ച ആളുകളുണ്ട്. അതൊക്കെ ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനകരമായ ഒരു കാര്യമാണ്. 7.5 പതിറ്റാണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമൊന്നുമല്ല, ഒരു സംഭവബഹുലമായ കാലഘട്ടം തന്നെയാണ്. തീർച്ചയായിട്ടും വളാഞ്ചേരിയുടെ അഭിമാനമായ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനം വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 75ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സമയത്ത് ഈ നാട്ടുകാരൊന്നിച്ച് ഈ ഒരു പരിപാടിയെ ചേർത്ത് പിടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതാണ് ഈ സമയത്ത് പോലും ആളുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത്. താങ്ക് യു. അപ്പൊ എന്തായാലും ഇന്നത്തെ പ്രോഗ്രാംസ് ഇനിയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സ്റ്റുഡൻസിന്റെ ഒക്കെ കലാപരിപാടികൾ നടക്കുകയാണ്. ശേഷം 7 മണിയാകുമ്പോൾ നമുക്ക് ഇവിടെ നല്ലൊരു മ്യൂസിക്കൽ പരിപാടി വരുന്നുണ്ട്. അപ്പൊ ഇനി എന്തായാലും നമ്മുടെ ബാക്കി വിവരങ്ങൾ നമുക്ക് നാളെ അറിയാം. ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.